ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി ഇടുന്ന ഹാങ്കർ ആണ് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ട് 4 വർഷമായി. പിന്നെ ഈ നടക്ക് കുറച്ച് ദിവസം മുന്നേ ഇത് പൊട്ടിപ്പോയി ഗൈസ്. അപ്പൊ പിന്നെ ഇനി കാര്യമായിട്ട് ഇതിനെ കൊണ്ടൊരു ഉപകാരം ഒന്നും ഇല്ല. എന്തായാലും ഇതിനെ കളയാൻ വേണ്ടി പോകുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ കത്തിയത്. ഞാൻ എന്തിനാ ഇത് വെറുതെ കളയണം, എന്തായാലും നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കതെന്തായാലും കണ്ടാലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ക്ലിപ്പ് വേണ്ട, അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്സ് ഒക്കെ ഊരിക്കളയാണ് കേട്ടോ. അങ്ങനെ ക്ലിപ്പൊക്കെ ഊരിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. യെസ്, വൃത്തിയാക്കൽ പരിപാടീസ് ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി ഞാൻ ഇത് വാങ്ങിച്ചിട്ട് 4 വർഷമായി, പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ കഴുകിയതേ അല്ല. ഇത് പിന്നെ വീഡിയോന് വേണ്ടിയിട്ടും പിന്നെ എന്റെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടും മാത്രമായതുകൊണ്ട് മാത്രം ഞാൻ കഴുകുന്നതാണ്. എന്റെ ഈ ഡെഡിക്കേഷൻ ലെവൽ ആരും കാണാതെ പോകരുത് ഗൈസ്. നല്ലതുപോലെ ഡസ്റ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരച്ചിട്ടൊന്നും പോകുന്നുണ്ടായിട്ടില്ല. പിന്നെ ഏകദേശം ഒരു രീതിയിൽ ഞാൻ അങ്ങ് വൃത്തിയാക്കി എടുത്തതാണ്. അങ്ങനെ കഴുകി കഴിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാൻ തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് തുണി വെച്ച് വെള്ളം ഒപ്പിയെടുക്കുവാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ ആഹാ എന്തൊരു സന്തോഷം. പണ്ടേ ഇങ്ങനെ വൃത്തിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടൂലായിരുന്നു എന്ന് ഇപ്പൊ തോന്നി. ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് പോവാം. ആദ്യം ഞാൻ ആ പൊട്ടിയ സാധനം കയറ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുവാണ്. ഇപ്പൊ അത് കാണുമ്പോൾ നമുക്ക് വാളിലൊക്കെ തൂക്കാൻ പറ്റിയ ഹാങ്കിങ്സും അതിലേക്ക് ഗൈസ്. ഇനി ഒരു കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഫുള്ളായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫുള്ളായിട്ട് യെല്ലോ കളർ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് ഐഡിയ കിട്ടാത്ത ഒരു സംഭവമാണ്, ഞാൻ എന്തിനാ ഈ വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് പെയിന്റ് അടിച്ച് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ധാരാളം യെല്ലോ കളർ ഷീറ്റ് ഉണ്ടായിരുന്നു, ആ ഷീറ്റ് ഒട്ടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തേ. അതെന്തേലും ആവട്ടെ, നമുക്ക് നമ്മുടെ വർക്കിലോട്ട് പോവാം. അപ്പൊ പെയിന്റ് അടിച്ച ഷീറ്റ് ഞാൻ ഏകദേശം 2 ദിവസം ഡ്രൈ ചെയ്യാൻ വെച്ചു ഗൈസ്. സാധാരണ എല്ലാവരും 2 മണിക്കൂറൊക്കെയാണ് ഡ്രൈ ചെയ്യാൻ വെക്കാറ്. പണ്ട് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇത് ഞാൻ 2 ദിവസം ഡ്രൈ ചെയ്യാൻ വെച്ചു. കാരണം എന്താ? കാരണം ഡ്രൈ ആവാനിട്ടൊന്നല്ല, വെറും മടിയാണ്. മടിച്ചു കൂടിയിട്ട് അതങ്ങ് പെൻഡിങ് കിടന്ന വർക്കാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിനോ അറിയില്ല, ഞാൻ ആദ്യം മുതലേ ഉള്ള വീഡിയോയിൽ ഞാൻ എപ്പം വരുന്നു അപ്പൊക്കെ ഓരോ സമയത്തും എന്റെ ഡ്രസ്സ് വേറെയാണ്. അത് ഒരു ദിവസത്തിൽ ഞാൻ 10-12 ഡ്രസ്സ് ഇടുന്നൊന്നും അല്ല ഗൈസ്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പല ദിവസങ്ങളിലായതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ വീണ്ടും നമ്മൾ ടോപ്പിക് വിട്ടു പോവാണ്. ബാക്ക് ടു ടോപ്പിക്. അപ്പൊ അത് ഡ്രൈ ചെയ്തതിലേക്ക് ഞാൻ ഇങ്ങനെ സർക്കിൾസ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് മാർക്കറിനെ കൊണ്ട് അതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഈനിടക്ക് ഞാൻ ഷോപ്പിൽ പോയാൽ അവിടെ കണ്ട ഇതേമാതിരിയുള്ള സ്മൈലീസ് ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വർക്ക് ചെയ്യാൻ തന്ന കാരണം. അങ്ങനെ അതിൻ്റെ അകത്തുള്ള കുറച്ച് സ്മൈലീസ് നേരെ ഞാൻ ഈ ചിത്രത്തിലേക്ക് പകർത്തിയെടുക്കുവാണ് ഗൈസ്. ആദ്യം 2 പല്ല് പുറത്തിട്ടിട്ട് ചിരിക്കുന്ന സ്മൈലിനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചിരിക്കുന്ന ആ ഒരു സ്മൈലിയാണ്. പിന്നെ ഇത് നാവ് പുറത്തിട്ടിട്ടുള്ള സ്മൈലി, പിന്നെ ഒരു സ്മൈല് തരുന്നത്, പിന്നെ ഇതെന്തോ അറിയില്ല വായി ഇങ്ങനെ ഗുളുഗുളു ആയ വായിയുള്ള സ്മൈലി, ഓ ആക്കുന്നത്, പിന്നെ സങ്കടമുള്ളതും ദേഷ്യം പിടിച്ചിട്ടുള്ളതും. ലാസ്റ്റിൽ വരച്ചെടുത്തത് നമ്മുടെ പൈസയൊക്കെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് തള്ളി വരുന്നതും പിന്നെ ഹാർട്ടൊക്കെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബ്ലാക്ക് മാർക്കറിനെ കൊണ്ടൊന്ന് ഡാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മാർക്കറല്ല, ഞാൻ ബ്ലാക്ക് പെന്നാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഔട്ട്ലൈൻ ഒക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് റെഡ് കളർ ആയിരുന്നു, പക്ഷെ യെല്ലോ കളറിന്റെ ഒരുമിച്ച് മിക്സ് ചെയ്തുകൊണ്ടാണോ എന്തോ അറിയില്ല, ഒരു ഓറഞ്ച് കളർ ലുക്കാണ് ഗൈസ് കാണുന്നത്. ഇനി ഇതെല്ലാം ഓരോന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്മൈലീസ് കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? ഞാനല്ലേ ഉണ്ടാക്കി, അപ്പൊ ക്യൂട്ടായിട്ട് ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ സ്മൈലീസ് ഒക്കെ ഇനി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ മറ്റേ തൂക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിന് കേട്ടോ. അതിന്റെ സൈഡിലുള്ള ആ ചെയിൻ കണ്ടോ, അത് ഞാൻ ഒന്ന് ചെറുതും ഒന്ന് വലുതും അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും, ആ രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഈ വീഡിയോയിൽ ഗൈസ് എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പൊ കാണുന്ന ആൾക്കാരെ പോലും ഞാൻ ഗൈസ് എന്നാണ് വിളിക്കുന്നത്. അച്ഛനമ്മേനെ പോലും ഞാനിപ്പോ ഗൈസ് എന്നാണ് ഗൈസ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഗൈസ് നിങ്ങൾക്ക് ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ ഉണ്ടാക്കിയ സാധനം അവിടെ ഡ്രൈ ആവട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് സ്റ്റാർസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഷൈനിങ് ഷീറ്റ് ഇല്ല, ആ ഷീറ്റിലാണ് സ്റ്റാർ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. സ്റ്റാർസ് മാത്രമല്ല, അതിന്റെ കൂടെ പേപ്പറിനെ കൊണ്ട് ഇതേമാതിരി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ എടുക്കുക, വെറുതെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ ആ പേപ്പർ റോൾസും സ്റ്റാർസും എല്ലാം കൂടിയിട്ട് ഒരു ത്രെഡിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു സ്റ്റാർ എടുത്ത് ഒട്ടിച്ചിട്ട് ആ സ്റ്റാറിന്റെ മുകളിൽ ഇനിയൊരു സ്റ്റാറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 സൈഡും നമുക്ക് ഷൈനിങ് ആയിട്ട് കാണും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആ പേപ്പർ റോള് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു സ്റ്റാർ, പിന്നെ വീണ്ടും പേപ്പർ റോൾ, അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ വലുത്, പിന്നെ ചെറുത്, അങ്ങനെയാണ് നമ്മുടെ സ്മൈലി ഒട്ടിച്ചു കൊടുത്ത മാതിരി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഞാൻ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ അതൊന്നും ഫ്രെയിമിൽ എത്തുന്നുണ്ടായിട്ടില്ല ഗൈസ്. കാരണം വലുതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്തു, ഒരു സ്ഥലത്തേക്ക് ഹാങ് ചെയ്തിട്ട് ഞാൻ കെട്ടുവാണ്. ഇവിടെ ഞാൻ റെഡി ആയത് ഞാൻ അർജന്റായിട്ട്
പുറത്തേക്ക് പോകാനിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഒരുങ്ങി നിൽക്കുവാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതിൻ്റെ വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അവിടെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്നത് ഞാൻ തന്നെ ദിവാലിക്ക് ഉണ്ടാക്കിയ ഒരു ലാമ്പ് സ്റ്റാൻഡ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഗൈസ്. ഇനി ഞാൻ എന്താ അതിലേക്കെല്ലാം പെയിന്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് ഫ്രെയിമിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി തൂക്കിയിട്ട് ഞാൻ പെയിന്റ് അടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതിന്റെ ആ ചെയിനൊക്കെ ഞാൻ ബ്ലാക്ക് കളർ പെയിന്റ് ആണ് അടിക്കുന്നത്. അടിച്ചടിച്ച് പെയിന്റ് തീർന്നു ഗൈസ്. പിന്നെ ഇതാ റൗണ്ട് ആയിട്ടുള്ള റിംഗിലേക്ക് ഞാൻ പിങ്ക് കളറാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. എനിക്ക് എവിടെ നിന്ന് കിട്ടിയോ ഈ കളർ കോമ്പിനേഷൻ എനിക്ക് അറിയില്ല ഗൈസ്. പിങ്ക് കളർ കൊള്ളാവോ കൊള്ളൂലേ എന്നൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ഇടണേ. പിങ്ക് അടിക്കണമായിരുന്നോ അതോ വൈറ്റ് തന്നെ മതിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയണേ ഗൈസ്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഞാൻ ആ സ്മൈലീസ് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇതാ ഈ വ്യൂവും കൂടി കണ്ടേരാ, അതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ എന്റെ കയ്യിലുണ്ടായ ആ യൂണിക്കോണും കൂടി ഞാൻ ഇവിടെ തൂക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു നൊസ്റ്റാൾജി ഓർമ്മ വന്നു. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു ഇതേമാതിരി. ഇക്കാലത്തൊക്കെ അത് ഉണ്ടോന്നറിയില്ല, പക്ഷെ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ അതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ പോകുന്നതിന് മുന്നേ അവിടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കമന്റ് ബട്ടണും കൂടി ഉണ്ട്, അതിലും കൂടി ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്മൈലിയും കൂടി കമന്റ് ഇട്ടോ. പിന്നെ അതാ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണേ ഗൈസ്. അപ്പൊ ശരി എന്നാ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.